യെസ്. അപ്പൊ നമ്മുടെ മാസം തോറുമുള്ള സാന്ദ്രലയം പ്രോഗ്രാം ഈ മാസത്തത് ഇവിടെ സമാരംഭിക്കുന്നു. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. പ്രിയ സുനിതയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയേണി ഭൂവിന് കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകർന്നൊരാ ഗുരുവിനെ ഉണ്മയാൽ സ്നേഹിച്ചും ആദരിച്ചും മാതൃഭൂവിനായി ജീവൻ കൊടുത്തോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ ജീവാദിനായക സർവേശ്വര. ജീവാദിനായക സർവേശ്വര. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രിയ രവിയേട്ടനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. താങ്ക് യു ജഗത് സാർ. പ്രിയ പുനർനവ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ എൺപതാമത് സ്വാതന്ത്ര്യ ദിനമായിരുന്നു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചുവാണെന്ന് കരുതുന്നു. എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ ഈ വേളയിൽ കൂടി ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നു. കൂടാതെ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകളും നേരുകയാണ്. കാരണം നമ്മുടെ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇന്നത്. അപ്പൊ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. നമുക്കറിയാം ഇത് പത്താമത്തെ നമ്മുടെ എപ്പിസോഡാണ് സാന്ദ്രലയം. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഈ കൂട്ടൊരുമ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ യോഗ ക്ലാസ്സിൽ കാണാത്ത പലരുടെയും മുഖം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ക്ലാസ്സിലും എല്ലാവരും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും. എന്തുകൊണ്ടാണ് അത് തുറക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. അവർ യോഗ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. എന്തായാലും ഇതൊരു നല്ലൊരു സംരംഭമായി മുന്നോട്ട് പോകട്ടെ. പത്താമത് നമ്മുടെ ഈ സാന്ദ്രലയം പരിപാടിയിൽ ഇന്ന് ഈശ്വര പ്രാർത്ഥന ചെയ്ത സുനിത അജയനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇന്ന് സ്വാഗത പ്രസംഗം ചെയ്യുന്ന ഞാൻ തന്നെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗം നടത്താൻ പോകുന്ന നമ്മുടെ എല്ലാമായ ഇതിന്റെ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് ജേക്കബ് സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ദേശഭക്തി ഗാനം ചെയ്യുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ ജ്യോതി പ്രദീപ് ജി, അകവും പുറവും സമർപ്പണം ചെയ്യുന്ന നമ്മുടെ ജോഷി സാർ, ഗാനം ആലപിക്കുന്ന ശ്രീമതി താര രവിജി, ഓണസന്ദേശം നൽകുന്ന ശ്രീ രാമമൂർത്തിജി, കണ്ടിട്ടില്ല ശിഷ്യന്, ഭക്തിഗാനം ആലപിക്കുന്ന ശ്രീമതി ലൂസിയാമ്മ ബേബി, രുചിക്കൂട്ടുമായി വരുന്ന ശ്രീമതി മിനി ജോഷിജി, ചലച്ചിത്രഗാനം അവതരിപ്പിക്കുന്ന നമ്മുടെ ഭാസി സാർ, ധ്യാനകഥ അവതരിപ്പിക്കുന്ന ശ്രീ ഹരിജി, കവിതാലാപനം ചെയ്യുന്ന ശ്രീമതി ബിന്ദു എസ്, ഓണപ്പാട്ടുമായി വരുന്ന ശ്രീമതി ഗീതാരവി, സംഗീതം ആലപിക്കുന്ന ശ്രീമതി പുഷ്പലത, കവിതാലാപനം ചെയ്യുന്ന ശ്രീമതി നസീം, ഇവരൊന്നും വന്നിട്ടില്ല, നസീം ഉണ്ടോ, നർമ്മപാചകമായി വരുന്ന ശ്രീമതി സിന്ധു ജയൻ. കൂടാതെ ഫീഡ്ബാക്ക് ആൻഡ് നന്ദി പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ പ്രോഗ്രാമിൽ തന്നിരുന്നത് അംബികാജിയാണ്. യാദൃച്ഛ്യമായി വരാൻ സാധിക്കാത്തതിനാൽ
ആ സ്ഥാനം നമ്മുടെ ഹമീദാജി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സുസ്വാഗതം നൽകി ഞാൻ എല്ലാവർക്കും നമസ്കാരം, നന്ദി. അപ്പം നല്ല ഒരു സ്വാഗതം ആശംസിച്ച പ്രിയ രവിയേട്ടൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പുനർനവ സാന്ദ്രലയം പ്രതിമാസ സാംസ്കാരിക സന്ധ്യ ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെയും ഓണാഘോഷത്തിന്റെയുമുള്ള ഒരു പൊതുപരിപാടിയായിട്ട് അതിന്റെ എല്ലാ നിറവും നന്മയും ചേർന്ന ഒരു മനോഹര സന്ധ്യയായി മാറുകയാണ്. ആദ്യം നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം അനേകം മഹാത്മാക്കളുടെ പോരാട്ടത്തിന്റെ, ത്യാഗത്തിന്റെ ഒക്കെ ഫലമായി നമുക്ക് ലഭിച്ചതാണ്. അവർ നമുക്ക് സമ്മാനിച്ച ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയും പരസ്പര സ്നേഹവും സാഹോദര്യവും ഒക്കെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോ പൗരന്റെയും കടമയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ പൗരനും ഈ രാജ്യത്തോടുള്ള വലിയ കടമകളുമുണ്ട്. അപ്പോൾ അവകാശത്തെ പറ്റി നമ്മൾ ഘോരഘോരം സംസാരിക്കുന്നതിനോടൊപ്പം നമ്മളുടെ കടമകൾ, ഒരു പൗരന്റെ കടമകൾ നമ്മൾ നന്നായി ചെയ്യുവാൻ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. അത് ആ സമത്വവും സാഹോദര്യവും സംരക്ഷിക്കുവാൻ നമ്മുടെ ചുമതലയാണെന്ന് കണക്കുകൂട്ടി എല്ലാവരും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അങ്ങനെ ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതോടൊപ്പം കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമാണ് ഓണം. ഓണം എന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു അത്തം, അല്ലേ? 17-ാം തീയതി ചിങ്ങം 1. നാളെ അത്തം. അതെ, നാളെ കഴിഞ്ഞിട്ടുള്ള 10 ദിവസം കഴിയുമ്പോൾ തിരുവോണമായി. ആ തിരുവോണം എന്നുള്ളത് എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. ഓണത്തെ വരവേൽക്കാനായിട്ട് അത്തം മുതൽ ഉള്ള 10 നാളുകൾ എല്ലാവരും ആ ഒരുക്കത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ ഓണം നമ്മളെ പഠിപ്പിക്കുന്നതും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ സന്ദേശമാണ്. ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങളെല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഓണത്തിന്റെ ഒരു പ്രത്യേകത. മഹാബലിയുടെ അന്നത്തെ നാട്ടിലെ ആ കാലത്തെ സമത്വവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമൂഹം എന്നും നമ്മുടെ സ്വപ്നമാണ്. അത് ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു 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 സ്വപ്നമായി, അല്ലെങ്കിൽ ഒരു വലിയ വെളിച്ചമായി, ഒരു പ്രതീക്ഷയുടെ വെളിച്ചമായി അവശേഷിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പുനർനവ എന്ന പേര് തന്നെ ഒരു പുതുജീവന്റെയും നവോന്മേഷത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ്. നമ്മുടെ സാന്ദ്രലയം ഒരു കലാപരിപാടികളായിട്ട് മാത്രം ചുരുക്കാൻ നമുക്കാവില്ല. നമ്മളെ പരസ്പരം അറിയാനും സ്നേഹിക്കാനും നമ്മുടെ കഴിവുകൾ പങ്കുവെക്കാനും ഒക്കെ അത് ആ സന്തോഷവും ആ എല്ലാം പങ്കുവെക്കാനുള്ള ഒരു അവസരമായി, അതൊരു ആഘോഷമാക്കാനുള്ള ഒരു കുടുംബവേദിയായിട്ട് വേണം ഇതിനെ കാണാൻ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ സാംസ്കാരിക കൂട്ടായ്മ നമുക്ക് നൽകുന്ന ഉന്മേഷവും ഊർജവും ഒക്കെ പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. ഈ സൗഹൃദ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും അത് കൂടുതൽ നാളുകൾ നിലനിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ഈ വേദിയിൽ വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ മനോഹര സന്ധ്യ താളാത്മകമാകുവാൻ, നല്ല ചലനാത്മകമാകുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനവും ഓണത്തിന്റെ ഐക്യവും പുനർനവയുടെ സൗഹൃദവും എല്ലാം ഒരുമിച്ച് എന്നും ജീവിതത്തിൽ നിലനിൽക്കട്ടെ. എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും സ്വാതന്ത്ര്യ ദിനാശംസകളും ഓണാശംസകളും ഒരുമിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്
വിരാമമിടുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തത് ഒരു ദേശഭക്തി ഗാനവുമായി എത്തുന്നു ശ്രീമതി ജ്യോതി പ്രദീപ് ടീച്ചർ. പ്രിയപ്പെട്ടവരെ, 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നതോടൊപ്പം ഒരു ദേശഭക്തി ഗാനം. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി. ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃതു തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃതു തന്ന ഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, ഭാസുരഭൂമി ഭാരതഭൂമി, ഭാസുരഭൂമി ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ശ്രീബുദ്ധ ധർമ്മ പതാക നിർത്തിയ ഭൂമി, ശ്രീബുദ്ധ ധർമ്മ പതാക നിർത്തിയ ഭൂമി, പാവന ഭൂമി ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി, സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി, സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി, സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി, സംഗീത നൃത്ത വിലാസരംഗഭൂമി, സംഗീത നൃത്ത വിലാസരംഗഭൂമി, ഭാസുരഭൂമി ഭാരതഭൂമി, ഭാസുരഭൂമി ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. അപ്പം മേരാ ഭാരത് മഹാൻ ഹെ ദേശഭക്തി ഗാനവുമായി വന്ന ജ്യോതി ടീച്ചർക്ക് വളരെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ജോഷി സാറ് ഇതിനകത്ത് കാണുന്നില്ല. സാറേ എന്നോടിപ്പോ ഞാൻ ചോദിച്ചപ്പോ ഞാന് അപ്പം പാസ്വേഡ് ചോദിക്കും. നമ്മുടെ പാസ്വേഡ് എത്രയായിരുന്നു സാർ കയറാൻ? ഇപ്പം അടുത്ത ഒരു പ്രോഗ്രാം നമുക്ക് താരാരവി എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഗാനവുമായി എത്താം. ഉണ്ടല്ലോ. താരാജി കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നു. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് എന്റെ ഒരു ഗാനം എന്ന് പറഞ്ഞപ്പോ
ഓർമ്മ വന്നത് ഒരു ചെറിയ ഓണപ്പാട്ടാണ്. കുട്ടിക്കാലത്ത് കേട്ടതാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ആ വരികളെന്നും ഓർമ്മയിലുണ്ട്. ലളിതഗാനമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഓണക്കാലം എന്ന് പറയുമ്പം അത് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഒരു ഓർമ്മയാണ്. നമ്മളെ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ സഹോദരങ്ങളുടെയും കൂട്ടുകാരുടെയും പൂക്കളുടെയും തുമ്പികളുടെയും ജനിച്ചു വളർന്ന ഗ്രാമത്തിന്റെ ഓർമ്മയാണ്. ആ നന്മകൾ ഇന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ. ഒന്നാനാം കൊച്ചു തുമ്പി പൊന്നോണ പൂത്തുമ്പി പൂവേലും ചിറകു വീശി പറന്നുവാ. ഒന്നാനാം കൊച്ചു തുമ്പി പൊന്നോണ പൂത്തുമ്പി പൂവേലും ചിറകു വീശി പറന്നുവാ. തുമ്പപ്പൂക്കളമെഴുതിയ പൂമുറ്റത്ത് നീളെ നീ താളത്തിൽ ചാഞ്ചാട്. ഒന്നാനാം കൊച്ചു തുമ്പി പൊന്നോണ പൂത്തുമ്പി പൂവേലും ചിറകു വീശി പറന്നുവാ. തുമ്പപ്പൂക്കളമെഴുതിയ പൂമുറ്റത്ത് നീളെ നീ താളത്തിൽ ചാഞ്ചാട്. കതിരണിയും വയലേലകൾ പാട്ടുകളും കേട്ടില്ലേ. കതിരണിയും വയലേലകൾ ഓണക്കളി വച്ച് പാട്ടുകളും കേട്ടില്ലേ. ഉണങ്ങി വാ തുമ്പി കുഞ്ഞുമണിത്തുമ്പി കുമ്മിയടിപ്പാട്ടും പാടി ചാഞ്ചാട്. കുണുങ്ങി വാ തുമ്പി കുഞ്ഞുമണിത്തുമ്പി കുമ്മിയടിപ്പാട്ടും പാടി ചാഞ്ചാട്. ഒന്നാനാം കൊച്ചു തുമ്പി പൊന്നോണ പൂത്തുമ്പി പൂവേലും ചിറകു വീശി പറന്നുവാ. തുമ്പപ്പൂക്കളമെഴുതിയ പൂമുറ്റത്ത് നീളെ നീ താളത്തിൽ ചാഞ്ചാട്. മണിവില്ലിൻ ചെറുഞാണൊലി കേട്ടില്ലേ. മലയാളം കുളിരാർന്നതറിഞ്ഞില്ലേ. മണിവില്ലിൻ ചെറുഞാണൊലി കേട്ടില്ലേ. മലയാളം കുളിരാർന്നതറിഞ്ഞില്ലേ. ചമഞ്ഞുവാ തുമ്പി ചെല്ലമണിത്തുമ്പി പൊന്നോണ പാട്ടും പാടി ചാഞ്ചാട്. ചമഞ്ഞുവാ തുമ്പി ചെല്ലമണിത്തുമ്പി പൊന്നോണ പാട്ടും പാടി ചാഞ്ചാട്. ഒന്നാനാം കൊച്ചു തുമ്പി പൊന്നോണ പൂത്തുമ്പി പൂവേലും ചിറകു വീശി പറന്നുവാ. തുമ്പപ്പൂക്കളമെഴുതിയ പൂമുറ്റത്ത് നീ താളത്തിൽ ചാഞ്ചാട്. നീളെ നീ താളത്തിൽ ചാഞ്ചാട്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ ഓണം ദിനാശംസകൾ. താങ്ക് യു. താങ്ക് യു ടീച്ചർ. നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയ ആ ഗാനത്തിന് വളരെ നന്ദി പറയുന്നു. അടുത്തത് നമുക്ക് ജോഷ് സാറ് എത്തുമ്പോഴത്തേനും വിളിക്കാം. അടുത്ത ഒരു ഭക്തിഗാനവുമായി എത്തുന്നു. സാറെത്തി. അപ്പോ ജോഷ് സാറിനെ അല്ല, ഞാൻ ഈ പറയുന്ന കേൾക്കാമോ? നന്നായിട്ട് കേൾക്കാം, നന്നായി കേൾക്കാം. ഓക്കെ. അപ്പോ ജോഷ് സാറിന്റെ അകവും പുറവും എന്ന പ്രതിമാസ പരിപാടി അവതരിപ്പിക്കുന്നതിനായി വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അകവും പുറവും 4
15/8/26. സാന്ദ്രലയം അകവും പുറവും ശുഭസായാഹ്നം പരിപാടിയിലേക്ക് സ്വാഗതം. പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. കാലികമായ ഒരു വിഷയത്തിന്റെ അകവും പുറവും കണ്ടെത്തുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ആശങ്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒന്നാണ് കാലവർഷക്കെടുതി. അതാണ് ഇത്തവണത്തെ നമ്മുടെ വിഷയം. നിങ്ങൾ നൽകുന്ന പിന്തുണയും താല്പര്യവുമാണ് എന്നെ ഇതിനായി 4ാം തവണയും പ്രേരിപ്പിക്കുന്നത്. അതിനാൽ അഭിപ്രായങ്ങൾ പറയുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക, സശ്രദ്ധം കേൾക്കുക. എന്നും നിങ്ങളോടൊപ്പം ജോഷി ആപ്പീസിൽ. ആഗസ്റ്റ് 2-ാം തീയതിയിലെ ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു: അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച മഞ്ഞ അലർട്ട് പുതുക്കിയാണ് ഓറഞ്ച് അലർട്ടായി ഉയർത്തിയിരിക്കുന്നത്. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തൊട്ടാകെ 65 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി സർക്കാർ അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഞായറാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, കോട്ടയം ജില്ലകളിലാണ് അതത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. ഇങ്ങനെ നിരവധി വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് നിങ്ങളും വായിച്ചിരിക്കും. ഓഗസ്റ്റ് 1 രാത്രി 11 മണിയോടെയുള്ള കണക്കുകൾ പ്രകാരം മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് 12.71 മീറ്ററിലെത്തി. കേരളത്തിൽ കാലവർഷം കനത്തു. കേരളത്തിൽ പലയിടത്തും കനത്ത നാശനഷ്ടം, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഗതാഗത തടസ്സം, മരണം, കൃഷിനാശം. ഇത്രയുമാണ് പുറം. ഇനി നമുക്ക് അകത്തേക്ക് കടക്കാം. കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളാണ് ഇത്തവണ കൂടുതൽ കെടുതികളിൽപ്പെട്ടത്. കാസർഗോഡ്, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിൽ വിവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാലയങ്ങൾക്ക് ഈ വർഷം കൂടുതൽ ദിവസങ്ങളിൽ അവധി നൽകേണ്ടി വന്നത് വടക്കൻ ജില്ലകൾക്കാണ്. 2 ദിവസം മഴ പെയ്യുമ്പോൾ തന്നെ ദുരിതവും ദുരന്തവും 2018 പോലും ഉണ്ടാകാത്ത വിധത്തിലാണ് പാലായിലും ഈരാറ്റുപേട്ടയിലും ആറന്മുളയിലും റാന്നിയിലുമൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടായത്. വടക്കൻ കേരളത്തിലും കോഴിക്കോട് ഉൾപ്പെടെ പ്രദേശങ്ങൾ ഇത്തരത്തിൽ തന്നെ ബുദ്ധിമുട്ടിലായി. കാസർഗോഡിന്റെ ചിറ്റാരിക്കൽ മേഖലയിലും ബുദ്ധിമുട്ടുണ്ടായി. എന്താണ് ഇതിന്റെയൊക്കെ പ്രത്യേകിച്ച് ഉരുൾപൊട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം? എല്ലാവരും പൊതുവെ പറയുന്ന ഒരു സംഗതി, അധികൃതവും അനധികൃതവുമായിട്ടുള്ള ക്വാറികൾ ആയിരക്കണക്കിനാണ്. ഇതുകൂടാതെ കുന്നുകൾ ഇടിച്ച് മണ്ണെടുക്കുന്ന പ്രതിഭാസത്തിന് അളവോ കണക്കോ ഇല്ല. വെള്ളം ഒഴുകിപ്പോകാനുണ്ടായിരുന്ന തോടുകൾ ഒന്നുകിൽ റോഡുകളായി, ഇല്ലെങ്കിൽ മണ്ണിട്ട് നികത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു. നദികൾക്ക് കുറുകെ അസംഖ്യം പാലങ്ങളും ചെറുതും വലുതുമായി നിർമ്മിക്കപ്പെട്ടു. ഇതെല്ലാം നീരൊഴുക്ക് തടയുവാൻ കാരണമായി. ഖനന നിരോധനം നിലനിൽക്കുന്നതിനാൽ നദികളിലെയും പുഴകളിലെയും മണൽ, ചെളി, എക്കൽ എന്നിവ നീക്കം ചെയ്യാത്തത് മൂലം ആഴം കുറഞ്ഞു. ഇതെല്ലാം കൂടി ചേർന്നുള്ള ആകെ തുകയാണ് നാം ഇവിടെ കാണുന്ന ദുരന്ത പ്രതിഭാസത്തിന്റെ പശ്ചാത്തലം. ചുരുക്കത്തിൽ മനുഷ്യനിർമ്മിതമായിരുന്നു ഈ വെള്ളപ്പൊക്കം. മറ്റൊരു കാര്യം, 2-3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്
ആലപ്പുഴ ജില്ലയ്ക്കും കുട്ടനാടിനുമായിരുന്നു. എന്നാൽ മറ്റ് പലയിടങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ കുറവാണ് കുറച്ചു കാലങ്ങളായി ആലപ്പുഴയിലും പരിസരത്തും ഉണ്ടാകുന്നത്. സ്കൂളുകൾക്കുള്ള അവധി പ്രഖ്യാപനം മാത്രം നോക്കിയാൽ മതി. അവിടെ ദുരന്തത്തെക്കാൾ ദുരിതമാണ് ഉണ്ടാകപ്പെടുന്നത്. തയ്യാറെടുക്കാനും പ്രതിപ്രവർത്തനത്തിനും അല്പം സമയവും ലഭിക്കും. തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും വേണ്ടവണ്ണം പ്രവർത്തിച്ചാൽ വലിയൊരു പരിധിയിൽ കുട്ടനാട്ടിലെ പ്രശ്നം പരിഹരിക്കാം. അതിനും തടസ്സങ്ങൾ ഏറെയാണ്. കരിമണൽ ഖനനം, അഴിമതി വിവാദങ്ങളെല്ലാം നിങ്ങളും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടനാടിന്റെ കാര്യം പ്രത്യേകമായി പറയുമ്പോൾ, നൂറ്റാണ്ടുകളായി എല്ലാ വർഷവും ഇവിടെ വെള്ളം പൊങ്ങാറുണ്ട്. എന്റെ ഓർമ്മയിൽ അങ്ങനെ തന്നെയാണ് അനുഭവം. എന്നാൽ അക്കാലത്ത് ഒരു വലിയ ഉത്സവമായിട്ടാണ് വെള്ളപ്പൊക്കത്തെ കണ്ടിരുന്നത്. പിണ്ടിച്ചങ്ങാടത്തിലുള്ള യാത്ര, കരയ്ക്ക് കയറി വരുന്ന പുതുവെള്ളത്തിൽ ചൂട്ടുമീൻ പിടിക്കുക, ചൂട്ടും കത്തിച്ച് പിടിച്ചുകൊണ്ട് രാത്രിയിൽ ഈ പറമ്പിലൂടെ നടക്കും. പുതിയ വെള്ളം ഇങ്ങോട്ട് കയറി വരുമ്പോൾ അപ്പോ ഈ മണ്ണിനെയും മറ്റും തിന്നാനായിട്ട് പലതരം മീനുകൾ കരയ്ക്ക് കയറും. അത് പിച്ചാത്തി കൊണ്ടോ അരുവ കൊണ്ടോ ഒക്കെ വെട്ടിപ്പിടിക്കും. ഊത്ത വീശുക, കിഴക്ക് നിന്ന് വരുന്ന കലക്ക വെള്ളം അതിൻ്റെ അകത്ത് വീശുന്നതിനെയാണ് ഊത്ത വീശുക. പലതരം മീനുകൾ, ചില്ലാൻ, അങ്ങനെ തുടങ്ങിയ മീനുകൾ അപ്പോൾ കിട്ടും. വെള്ളത്തിൽ കളിക്കുക, ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇന്നത്തേതുപോലെ വലിയ വീടുകളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും എല്ലാവരും ഈ നാട്ടിൽ തന്നെ, വീടുകളിൽ തന്നെ താമസിച്ചു. കായലുകളിൽ ഇന്നുള്ളതിന്റെ ഇരട്ടി നെൽകൃഷിയും ഉണ്ടായിരുന്നു. ഏതാണ്ട് 7 ലക്ഷം ഹെക്ടറാണ് 1960 കാലഘട്ടത്തിൽ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. 2026 ആയപ്പോൾ നെൽകൃഷി ചെയ്യുന്ന ഇടത്തിന്റെ അളവ് 3 ലക്ഷം ഹെക്ടർ തികയില്ല. എന്ന് പറഞ്ഞാൽ പകുതിയിൽ താഴേക്ക് പോയി. മനുഷ്യന്റെ ജീവിതവും സാധാരണ പോലെ തന്നെ നടന്നു. വെള്ളം കഴിയുമ്പോൾ ആളുകളൊക്കെ അവരവരുടെ മറ്റു ജോലികൾക്ക് പോകുന്നു. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ നാട് ജീവിക്കാൻ കൊള്ളില്ല എന്ന അഭിപ്രായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ നിന്ന് പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു. മക്കളുടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ കരപ്രദേശത്ത് എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്ന് ചിലരെല്ലാം കരുതി. അങ്ങനെ നാട് വിട്ടവർ ചെന്നുപെട്ട ഇടങ്ങളിലാണ് ഇന്ന് ദുരിതങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വിരോധാഭാസം. ഒരു ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ പറയുകയുണ്ടായി. ഇവിടെ ജനിച്ചു വളർന്ന പയ്യനാണ്. വിദേശത്തൊക്കെ പോയി കാശൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം. ഭരണജ്ഞാനം കഴിഞ്ഞ് കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ കാളകെട്ടി. അപ്പൊ പറയുകയായിരുന്നു, രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നേരം വെളുത്തപ്പോൾ വീട്ടിലെ താഴെ ഇരുന്ന എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും നശിച്ചു. കാവാലത്തായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. കുട്ടനാടിന്റെ രക്ഷയ്ക്കും ആവർത്തന കൃഷിക്കും ഗുണകരം എന്ന നിലയിൽ നിർമ്മിക്കപ്പെട്ട തണ്ണീർമുക്കം ബണ്ട് ഇന്ന് വലിയൊരളവിൽ ബാധ്യതയാണ്. വിചാരിച്ചതുപോലെ കൃഷിയും ഇല്ല, ഗുണവുമില്ല. ബണ്ട് കൊണ്ട് നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനാൽ ജലാശയങ്ങൾ മലിനമായി. പ്രളയജലം ഒഴുകിപ്പോകാൻ തടസ്സവും സൃഷ്ടിക്കപ്പെട്ടു. പ്രകൃതിക്ക് വിരുദ്ധമായി ആരെന്ത് പ്രവർത്തിച്ചാലും പ്രകൃതി തിരിച്ചടിക്കും. അല്പലാഭം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അല്പകാലത്തെ ലാഭമേ ഉള്ളൂ. പിന്നീടത് ദുരന്തമാണ്. എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മെ പ്രകൃതി പഠിപ്പിക്കുന്നത് അത് മാത്രമാണ്. പ്രകൃതി വിരുദ്ധമായി എന്ത് വികസനവും നടപ്പാക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി വളരെ നിസ്സാരമായിട്ടല്ല, വളരെ
ക്രൂരമായിട്ട് തിരിച്ചടിക്കും. അതിന്റെ നേർചിത്രങ്ങളാണ് ചൂരൽമല, കവളപ്പാറ, ഈരാറ്റുപേട്ട, ആറന്മുള, റാന്നി എന്നിവയെല്ലാം ഉദാഹരണം. പരസ്പര സഹകരണത്തോടെ എല്ലാവരും അന്യോന്യം ജീവിച്ചാൽ ഏത് സ്ഥലത്തും ഏത് കാലാവസ്ഥയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതിനെ തരണം ചെയ്തുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. തോട് റോഡായപ്പോൾ കരയിലൂടെ ബസ്സും കാറും ലോറിയും മറ്റെല്ലാ വാഹനങ്ങളും വന്നു. എന്നാൽ 2 മഴ പെയ്യുമ്പോൾ എല്ലാത്തരം കരവാഹന ഗതാഗതവും നിലയ്ക്കും. മാത്രമല്ല, പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും അറ്റുപോവുകയും ചെയ്യുന്നു. നമുക്ക് കുറെ കൂടി സ്വയം വിമർശനവും ശരിയായ വികസന കാഴ്ചപ്പാടും മനുഷ്യത്വ ചിന്തയും തിരികെ പിടിക്കുവാൻ പ്രകൃതി നൽകുന്ന ശിക്ഷണമാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രതിഭാസവും. അവസാനമായി ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് AC റോഡെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നോട് നമ്മുടെ ഈ ജേക്കബ് സാറും അത് ഈ വെള്ളപ്പൊക്കത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. അദ്ദേഹം ചേർത്തലയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ, ആലപ്പുഴ വഴി പോരുമ്പോൾ ഏതായാലും KSRTC ബസ്സിനായിരുന്നു AC റോഡിലൂടെ യാത്ര ചെയ്തു. AC റോഡ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 750 കോടി രൂപ, 24 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ അരിച്ചു നോക്കിക്കോണം 1 കിലോമീറ്ററിന് എത്ര രൂപ ചെലവാക്കിയെന്ന്. ഈ 24 കിലോമീറ്ററിന് 750 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്ത് നിർമ്മിച്ച AC റോഡിൽ വാഹന ഗതാഗതം ഈ വെള്ളപ്പൊക്കത്തിനും നിലച്ചു. 3 മഴയേ പെയ്തുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഇതേപോലെ തന്നെ വെള്ളം കയറിയപ്പോഴും KSRTC ബസ്സിനെ ഓടിച്ചു, യാത്ര മുടങ്ങിയില്ല എന്ന് വരുത്താൻ വേണ്ടി. ഇത്തവണയും KSRTC ബസ് നിലച്ചില്ല. നമ്മുടെ ജേക്കബ് സാറ് വെള്ളപ്പൊക്കത്തിന്റെ ആദ്യത്തെ ദിവസമാണ് പോയി. അതിലൂടെ തന്നെ വെള്ളത്തിൽ കൂടെ തന്നെ യാത്ര ചെയ്തു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനം. കോടികൾ മുടക്കുന്നു. നിങ്ങൾ പോന്നിട്ടുള്ളവർ എന്നോട് ചില ആളുകളെല്ലാം പറഞ്ഞു, എത്ര നല്ല റോഡാണ് ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ചെല്ലാം. എന്നാ പോയെന്നറിയാവോ? വേനൽക്കാലത്താണ്. നല്ല റൈഡാണ്, ചുമ്മാ ചവിട്ടി അങ്ങ് വിട്ടാ മതി. എന്നാൽ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവും. ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഞങ്ങളുടെയൊക്കെ സെമിത്തേരിയിലെ കല്ലറ പോലെ 2 സൈഡിലും ഇങ്ങനെ ബോക്സ് ഉയർന്നു നിൽക്കുന്ന കാണാൻ പറ്റും. നിങ്ങൾക്ക് സംശയം തോന്നി ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും ഇത് ഓടയാണെന്ന് പറയും. ഓട എന്തിനു വേണ്ടിയാണ്? വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയാണ്. ഒരു എഞ്ചിനീയറുടെ ഭാവനയിൽ അങ്ങനെയാണ്. റോഡ് ഉണ്ടാക്കിയാൽ വെള്ളം ഒഴുകിപ്പോകാൻ ഓട വേണം. പക്ഷെ ഇത് കുട്ടനാട്ടിലാണ് റോഡ്. ഒരു വശത്ത് AC കനാൽ വെള്ളമാണ്, മറുവശത്ത് നെൽപ്പാടം വെള്ളമാണ്, താഴ്ചയാണ്. മുകളിൽ വീഴുന്ന വെള്ളം താഴേക്ക് ഒലിച്ചു പോകുമെന്ന് ഏത് കൊച്ചു കുഞ്ഞിനെ അറിയാൻ പാടില്ലാത്തത്? എന്നാൽ ഊരാളുങ്കൽ സൊസൈറ്റിയുടെയും ഗവൺമെന്റിന്റെയും എഞ്ചിനീയർമാർ പറഞ്ഞു റോഡിന്റെ സൈഡിൽ ഓട വേണം. അത് ഇപ്പൊ കാണാം, റോഡിൽ നിന്ന് 1 അടിയോളം പൊങ്ങിയാ നിൽക്കുന്നത്. അയൽവക്കത്തെ വീട്ടുകാർക്ക് റോഡിൽ കയറണമെന്നുണ്ടെങ്കിൽ ഏണി വെച്ച് കയറണം. റോഡിൽ വരുന്ന വെള്ളം ഒഴുകി പോകത്തുമില്ല. മാത്രവുമല്ല, 13 മീറ്റർ ഉണ്ടായിരുന്ന റോഡ് 2 വശത്ത് 1.5 മീറ്റർ വീതമുള്ള ഓടകൾ നിർമ്മിച്ചു. 3 മീറ്റർ അങ്ങനെ നഷ്ടപ്പെട്ടു. 2 വണ്ടിക്ക് നന്നായി പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ പണം മുടക്കത്തിന്റെ അകം. ഞാൻ പറഞ്ഞ സംഗതികളെ എല്ലാം സമ്മപ്പ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി, സന്തോഷം, ശുഭം. താങ്ക് യു വെരി മച്ച്. സാറ് വളരെ കാലികമായ ഒരു വിഷയമാണ് അവതരിപ്പിച്ചത്.
സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അതിന്റെ ഒരു നേർക്കാഴ്ച കണ്ട ആളാണ്. ഓഗസ്റ്റ് 5-ാം തീയതി ചേർത്തല പോയതിനു ശേഷം അതുവഴി വന്നപ്പോ ആ റോഡ് നിർമ്മിച്ചതിന്റെ അശാസ്ത്രീയത നേരിൽ കാണാൻ ഇടയായ ആളാണ്. എനിവേ, അടുത്ത ഇതിനേക്കാൾ നല്ലൊരു വിഷയമായി അടുത്ത സാന്ദ്രലയത്തിലും സാറിന് എത്താൻ ആരോഗ്യവും ആയുസ്സും തരട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ രാമമൂർത്തിജി എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഒരു ഭക്തിഗാനവുമായി എത്തുന്നു ലൂസിയാമ്മ ബേബി. കേക്കാവോ? കേൾക്കാം. കേൾക്കാം കേൾക്കാം. ഇന്ന് ഓഗസ്റ്റ് 15 എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് 15 നോയമ്പിന്റെ സമാപനവും മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളുമാണ്. അതുകൊണ്ട് മാതാവിന്റെ ഒരു ഭക്തിഗാനമാണ് ഞാനിവിടെ ആലപിക്കുന്നത്. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനേക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനേക്കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഘോര സർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. ഘോര സർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. താങ്ക് യു. താങ്ക് യു ലൂസിയാമ്മജി. ഇപ്പോ സ്വാതന്ത്ര്യ ദിനത്തോടും
ഓണാഘോഷത്തിനോടൊപ്പം ഒരു ഭക്തിയുടെ രസവും ഇതിനകത്ത് വന്നതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ഒരു ചലച്ചിത്ര ഗാനവുമായി നമ്മുടെ ഭാസി സാർ എത്തുന്നു. അതിന്റെ ഇടത്തൊരു പരിപാടി ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്, അത് വിളിച്ചോളാം. വിളിച്ചോളാം. ബിസിയാണ്, 10 മിനിറ്റ് കഴിയും. അപ്പൊ തുടങ്ങാലോ. പുഷ്പി വഹിക്കണ കേൾക്കാമോ? കേൾക്കാം. പാതിരാ കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവ് നുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ താണുവരും മാലാഖപ്പൂഞ്ചിറകോ താഴ്വരയിൽ മന്ദാരപ്പൂനിരയോ പറന്നു വന്നീ തടങ്ങളിൽ പാടാത്തതെന്തു നീ പുൽത്തുമ്പിൽ തുടിക്കും നീർമുത്തം ചാർത്തി നിലാവിൽ പാൽത്തുള്ളി തിരയിളകും കടലും നിലാവിലാടവേ ഇതുവഴി പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ മാമലകൾ പൊന്നാട ചാർത്തുകയായി ഏലമണി പൊന്മാല കോർക്കുകയായി കിഴക്കുതിച്ചേ നിനക്കൊരാൾ കാർവണ്ണ പൈങ്കിളി ഈ മണ്ണിൽ പഴമ്പാട്ടീണത്തിൽ നീയോ കിനാവിൽ മൂളുന്നു കഥ പറയും കിളിയെ പറന്നു പാടിവാ ഇതുവഴി പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവ് നുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാഘോഷം ഒപ്പം അഡ്വാൻസ് ഓണാശംസകൾ കൂടി നേരുന്നു. ഓക്കെ, താങ്ക് യു. ഭാസി സാറിന്റെ ഭാവഗാനം ഭംഗിയായി. താങ്ക് യു. അടുത്ത നമ്മുടെ രുചിക്കൂട്ടുമായി എത്തുന്നു പ്രിയ മിനി ജോഷി ആപ്പീസിൽ. എല്ലാവർക്കും എന്റെ നമസ്കാരം. പുനർനവ സാന്ദ്രലയം രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്നിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ചെറുപയർ കഞ്ഞിയാണ്. അത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അത് എൻ്റെ സ്വന്തം കണ്ടെത്തലുമാണ്. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാം. നമുക്കതിന് വേണ്ട സാധനങ്ങൾ: അരി, ചെറുപയർ, മഞ്ഞൾ പൊടി, ജീരകം, ഉലുവ, മുളക്. അത് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം, ചുവന്ന മുളക് വേണ്ടവർക്ക് അത് ചതച്ച് ചേർക്കണം. പിന്നെ ഉപ്പ്, പിന്നെ ഒരു ചെറിയ സബോള, ക്യാരറ്റ്, മുരിങ്ങയില അല്ലെങ്കിൽ ചീരയില അതരിഞ്ഞെടുക്കുക. പിന്നെ ചുവന്നുള്ളി കുഞ്ഞായിട്ട് വട്ടത്തിലരിഞ്ഞത് മൂപ്പിക്കാനായിട്ട്. പിന്നെ വേണ്ടത് നെയ്യ്, കറിവേപ്പില, തേങ്ങ അരച്ചത് എടുക്കും. അതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുക്കറിലേക്ക്
നമ്മൾ ചെറുപയറും അരിയും തുല്യ അളവിലെടുക്കും. അതിനകത്തേക്ക് മഞ്ഞൾ പൊടി, ജീരകം, ഉലുവ, പിന്നെ ഒന്ന് മുളക്, അല്ലെങ്കിൽ ചുവന്ന മുളക് ചതച്ചത് ഏതാന്ന് വെച്ചാൽ അത് ചേർക്കുക. പിന്നെ സബോള ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മൾ ആവശ്യത്തിന് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വേഗം വെക്കണം ഒരടുപ്പില്ല. പിന്നെ തേങ്ങ അരച്ചും വെച്ചേക്കുക. പിന്നെ ഇപ്പുറം ഒരു ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകള് ക്യാരറ്റ് കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ വാട്ടി എടുക്കണം. വാട്ടി വേവിച്ചെടുത്തിട്ട് പിന്നെ ചോറ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഈ നെയ്യിൽ വാട്ടിയതും ചേർത്ത് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ഇളക്കി വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നമ്മൾ എടുക്കുക. എടുക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കഞ്ഞി റെഡിയാവും. അങ്ങനെയാണ് ഞാനിവിടെ ചെറുപയർ കഞ്ഞി വെക്കുന്നത്. താങ്ക് യു. നമ്മുടെ ഓക്കേ. തീർന്നല്ലോ ഗ്രൂപ്പിലൊന്ന് അല്ലേ? ഷെയർ ചെയ്തേക്കണേ ഇത്. ഗ്രൂപ്പിലൊന്ന് ഇട്ടേക്കണേ. നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഇട്ടേക്കണേ. നാളെ കർക്കിടകം തീരുകയാണ്. ഇത് കർക്കിടക കഞ്ഞിക്ക് തുല്യമായ ഒരു കഞ്ഞിയാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷം. നല്ല ഒരു പാചകക്കൂട്ടുമായി രുചിക്കൂട്ടുമായി എത്തിയതിന് താങ്ക് യു. അപ്പോ അടുത്തത് ഒരു ധ്യാന കഥയുമായി എത്തുന്നു നമ്മുടെ ഹരിജി, സ്വന്തം ഹരിജി. നമസ്കാരം എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ, ഓണാശംസകൾ. ധ്യാനകഥയുടെ പേര് സ്വർഗവാതിൽ. ഓക്കെ. ഒരിക്കൽ നബുഷിക എന്ന പേരായ ഒരു പട്ടാളക്കാരൻ ഹാക്വീൻ എന്ന ഗുരുവിനെ സന്ദർശിച്ചു. അയാൾ ഹാക്വീനോട് ചോദിച്ചു, ഗുരു, യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും ഉണ്ടോ? ഹാക്വീൻ ഗുരു, നീ ആരാണ്? നബുഷിക, ഞാനൊരു യോദ്ധാവാണ്. ഹാക്വീൻ ഗുരു, നീ ഒരു യോദ്ധാവോ? നിന്നെ പട്ടാളത്തിൽ എടുത്ത രാജാവാരെ? നിന്റെ മുഖം കണ്ടിട്ട് ഒരു തെണ്ടിയുടേത് പോലെ ഉണ്ടല്ലോ. നബുഷികയ്ക്ക് കലശലായ കോപമുണ്ടായി. അയാൾ വാൾ ഉറയിൽ നിന്നും പുറത്തെടുത്തു. അത് കണ്ടിട്ട് ഹാക്വീൻ ഗുരു പറഞ്ഞു, ഓഹോ, നിനക്ക് ഒരു വാളുണ്ടല്ലോ, അത് പുല്ലേരിയാനെങ്കിലും കൊള്ളാമോ? ഈ പരിഹാസം സഹിക്കാനാവാതെ പട്ടാളക്കാരൻ വാൾ ഹാക്വീന്റെ ഗുരുവിന്റെ നേർക്കു ഓങ്ങി. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതാ നീ നരകത്തിന്റെ വാതിൽ തുറക്കുന്നു. ഗുരുവിന്റെ ധൈര്യവും ശാന്തവുമായ വാക്കുകേട്ട് നബുഷികെ തന്റെ വാൾ ഉറയിലിട്ടു. അപ്പോൾ ഹാക്വീൻ പറഞ്ഞു, ഇപ്പോൾ നീ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. താങ്ക് യു. കഴിഞ്ഞു. മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നതിന് ഏറ്റവും ഉദാഹരണമായ ഒരു കഥ. താങ്ക് യു. വലിയ ചെറിയ കഥയിൽ നിന്നും വലിയ സന്ദേശം. താങ്ക് യു ഹരിതി. താങ്ക് യു. അപ്പോ അടുത്തത് ഒരു കവിത ആലപിക്കാനായി യാതൊരു സംശയമില്ലാതെ ബിന്ദു എസ് എത്തുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ, ഒപ്പം ഓണദിന ആശംസകൾ. ഞാൻ ഈ കവിത പാടിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഞാൻ പാടുകയാണ്. സംശയമുണ്ട്. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റ് വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം. നീ എന്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റ് വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം. നീ എന്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. അന്തിക്കു തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എന്റെ ശ്വാസക്കാറ്റിൻ കുളിരില്ലെന്നറിയാം. മിഴയിണയിൽ നോവിൽ മഞ്ഞു പതിക്കില്ലെന്നറിയാം. മിഴയിണയിൽ നോവിൽ മഞ്ഞു പതിക്കില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റ് വിതച്ചും
നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം. നീ എന്റെ ഊഞ്ഞാൽ ചൂട്ടിൽ കാണില്ലെന്നറിയാം. ഇനി എന്നിൽ സ്വപ്നമുല്ല പടർത്തില്ലെന്നറിയാം. പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം. ഇനി എന്നിൽ സ്വപ്നമുല്ല പടർത്തില്ലെന്നറിയാം. പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം. ഉലയുന്നൻ പ്രണയത്തില്ല ഒഴിയും അനുരാഗപ്പൂക്കൾ. നീ വന്നതിലൊന്നെടുക്കില്ലെന്നറിയാം. എന്റെ പാട്ടിന് നിന്റെ തമ്പുരുമിട്ടില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റ് വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം. നീ എന്റെ ഊഞ്ഞാൽ ചൂട്ടിൽ കാണില്ലെന്നറിയാം. രാവായാൽ നിഴലും കൂടെ പോരില്ലെന്നറിയാം. പേമഴയിൽ നീ എൻ കൂടെ ചേരില്ലെന്നറിയാം. നെഞ്ചത്തെ പ്രാവിൻ കുറുകൾ അമ്പിൻ മുനയാലെ നനച്ചാൽ നീ അതിനെ മാറിൽ ചേർത്ത് വിതുമ്പില്ലെന്നറിയാം. നീ ചൊല്ലും കഥയിൽ പോലും ഞാനില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റ് വിതച്ച് നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം. നീ എന്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. നീ എന്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. നീ എന്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ബിന്ദുജി, നന്നായി, വളരെ നന്നായി പാട്ട്, കവിത. താങ്ക് യു. ഓക്കെ, ഇനി ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു നമ്മുടെ പുനർനവയിലെ ഗാനഗോകുലം ഗീതാരവി. താങ്ക് യു ജേക്കബ് സാർ. നമ്മുടെ ഓണക്കാലമൊക്കെ പണ്ടെങ്ങോ മറന്നൊരു ഓർമ്മകളാണ്. കാരണം TV യുഗം തുടങ്ങിയപ്പോൾ മുതലേ ഓണമൊക്കെ TV-യിലാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് പൂ പെറുക്കാൻ പോരുന്നോ മണി രാവിലെ എന്ന പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ ഓണം വരുമ്പോൾ വളരെ ഉത്സവമാണ്. പക്ഷെ ഓണമെല്ലാം ഇപ്പൊ മൊബൈലിൽ ഒതുങ്ങിപ്പോയി. എന്നാലും നമ്മൾ ഓണം ആകുമ്പോൾ ഓണം അല്ലേ എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് പാട്ടൊക്കെ പാടും. അതുപോലെ ഞാനൊരു പാട്ട് പാടാം, ശ്രമിക്കാം. ഇന്ന് പാടി നോക്കിയിട്ടേ ഇല്ല, കാരണം എന്റെ അമ്മ ഇവിടെ ഉള്ള കാരണം ഭയങ്കര ബിസിയായിരുന്നു ഞാൻ. സിനിമാ ഗാനം തന്നെയാണ്. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്മാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്മാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോന്നും. നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പൂമാലയിൽ പമ്പാതീരത്തിൽ. മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പൂമാലയിൽ പമ്പാതീരത്ത്. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം ചെച്ചി ചെമ്പരത്തി. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം ചെത്തി ചെമ്പരത്തി. പൂക്കളം പാടിടും പൂമുറ്റം ചൊല്ലും. നീ വരൂ പൂവാലൻ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ
നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി, പൂവിളി പൂവിളി പൊന്നോണമായി. താങ്ക് യു. എല്ലാവർക്കും ഓണദിനാശംസകൾ, ഓണാശംസകൾ. എക്കാലത്തെയും ഹിറ്റ് ഓണപ്പാട്ട് തന്നെയാണിത്. താങ്ക് യു ഗീതു. അപ്പൊ അടുത്ത ഒരു ശുദ്ധ സംഗീതവുമായി എത്തുന്നു നമ്മുടെ പുഷ്പലതാജി. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്നു ചൂടി. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്നു ചൂടി. വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി. കണ്ണിൽ കവിതയുമായി. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. മണിവീണ കമ്പിയിൽ ചുംബിച്ചുണർത്തുന്നു മലരണി കൈവിരൽ പോലെ. മണിവീണ കമ്പിയിൽ ചുംബിച്ചുണർത്തുന്നു മലരണി കൈവിരൽ പോലെ. ഹൃദയത്തിൻ തന്ത്രിയിൽ തട്ടിയുണർത്തുന്നു അനുരാഗസുന്ദര സ്വപ്നം. അനുരാഗസുന്ദര സ്വപ്നം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫലിച്ചു. ശുദ്ധ സംഗീതമായിരുന്നു. താങ്ക് യു പുഷ്പലതാജി. ഞാന് ഇപ്പൊ സ്റ്റാർ നിങ്ങൾ വന്നിട്ടേ ഉള്ളൂ, അതാണ് എനിക്ക്. അപ്പൊ ഒരു മാസ് എൻട്രിയുമായി നമ്മുടെ ഓണ സന്ദേശം നൽകാനായിട്ട് നമ്മുടെ റാംജി എത്തിയിരിക്കുകയാണ്. അപ്പം സ്നേഹത്തോടെ വളരെ ആദരവോടെ നമ്മുടെ രാമമൂർത്തിജിയെ ഓണ സന്ദേശം നൽകാനായിട്ട് ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. തുടങ്ങിക്കോ. വണ്ടി ഓടിക്കാണ്, അതിന്റെ സൈഡാക്കിയതാണ്. അല്ലെങ്കിൽ സൈഡാ. വീട്ടിൽ ആരും സംസാരിക്കണം, അവരൊക്കെ മ്യൂട്ട് ചെയ്യണേ കേട്ടാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓണ സന്ദേശം എന്നുള്ളതിനുപരി ഓണത്തിന്റെ ഐതിഹ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിങ്ങനെ
പറഞ്ഞു വന്നപ്പോ പിന്നെ അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ ഒരു ഓണം കൂടി ഉണ്ണാൻ പോവുകയാണ്. ഒരു വയസ്സും കൂടി കൂടാൻ പോവുകയാണ്. ഒരു വർഷം കൂടി അതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഞാൻ ഈ ഓണത്തിന്റെ ഒരു കഥ പറയാം. അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചെന്ന് പറയുമ്പോൾ അത് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് പറയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും, അധികം ആൾക്കാരും കേട്ടിരിക്കും. പിന്നെ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ ആളെ പറ്റി ഐതിഹ്യമാണ് പറയുന്നത് കേട്ടോ. ഓണത്തിന്റെ ഐതിഹ്യമാണ് പറയുന്നത്. പ്രഹ്ലാദൻ ഏറ്റവും വലിയൊരു രാക്ഷസനായ രാജാവിന്റെ ഒരു മകനായിരുന്നു. പക്ഷെ അദ്ദേഹം ഭയങ്കര ഭക്തി കൊണ്ട് എന്തായി വിഷ്ണുവിനെ പ്രത്യക്ഷമാക്കി ഏറ്റവും വലിയ വിഷ്ണു ഭക്തനായി മാറി. അദ്ദേഹത്തിന്റെ പ്രപൗത്രനാണ് നമ്മുടെ ഈ എല്ലാവരും പറയാറുള്ള മഹാബലി. അതായത് വളരെ ഭക്തനായിരുന്ന ഒരു അസുര രാജാവിന്റെ പ്രപൗത്രനായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ ഈ ഒരു ഐശ്വര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് മഹാബലിക്ക് ഇതുപോലെ ഇത്രയും വലിയൊരു എന്താ പറയാ, നമ്മൾ പറയില്ലേ കള്ളവുമില്ല ചതിയുമില്ല, അങ്ങനെ ഒരു വലിയൊരു ഭരണം കാഴ്ചവെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അസുരന്മാർ വന്നപ്പോഴേക്കും അസുരന്മാര് ദേവന്മാരെ എല്ലാം ഓടിച്ചു. അപ്പം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ സ്ഥലം വിട്ടോളൂ, ഇപ്പം തൽക്കാലം മഹാബലിയുടെ കാലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാരൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് അന്തർദാനം ചെയ്തു. അങ്ങനെ അത് അന്തർദാനം ചെയ്തപ്പോൾ ദേവമാതാവായ അതിഥി പറഞ്ഞു, അതിഥിക്ക് ഭയങ്കര സങ്കടമായി, മക്കളെ കാണാനില്ലല്ലോ. അതിഥി പോയിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, അയ്യോ ഇങ്ങനെ മക്കളെ കാണാനില്ലല്ലോ. അപ്പോഴാണ് വിഷ്ണുവിന്റെ അടുത്ത് പോയി പറയാൻ പറയുന്നത്, നാരായണന്റെ അടുത്ത് പോയിട്ട് പറയാൻ പറയുന്നത് ഇങ്ങനെയുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ അവതരിക്കും, വാമനമൂർത്തിയായിട്ട് അവതരിക്കുന്നു പറയാണ്. അങ്ങനെയാണ് വാമനനായിട്ട് അവതരിക്കുന്നത്. ഈ സമയം തന്നെ ഈ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദ മഹാരാജാവിന് മനസ്സിലായി ഭഗവാനോട് ജനിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മഹാബലിയോട് പറയാണ്, ഇങ്ങനെ ഭഗവാൻ ഇവിടെ അവതാരം എടുത്തിട്ടുണ്ട്. അപ്പൊ ഉടനെ മഹാബലി ചോദിച്ചു, അതിന് നമ്മളിപ്പോ എന്താണ്, നമുക്കതൊന്നും പ്രശ്നമല്ല, ഏതാൾ വന്നാലും നമ്മളുടെ അസുരപ്പടയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമ്മുടെ ശക്തിയുടെ മുന്നിൽ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദൻ സ്വന്തം പ്രഭവത്തിനെ ശപിക്കുകയാണ്, നീ വിഷ്ണുവിന്റെ ഈ വാമനമൂർത്തിയുടെ കൈകൊണ്ട് മരിക്കുന്നതാണ്. ഉടനെ മഹാബലിക്ക് മനസ്സിലായി തന്റെ അഹങ്കാരം അതിര് വിട്ടുപോയി എന്നുള്ളത് മഹാബലിക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം മുത്തച്ഛനോട് മാപ്പിരുന്നു. അപ്പൊ പറഞ്ഞു, നിനക്ക് ഞാൻ ഇത് തരാൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, നീ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് നീ സുതലത്തിലേക്ക് താഴ്ത്തപ്പെടുന്നു പറഞ്ഞു. അതായത് നിന്നെ കൊല്ലുക എന്നുള്ളതിനുപരി നീ ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായി തീരുന്നു പറഞ്ഞു. അങ്ങനെ മഹാബലിക്ക് തന്റെ തെറ്റൊക്കെ മനസ്സിലായി. മഹാബലി ഭഗവാനെ കാത്തിരിക്കുകയാണ്, വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വാമനമൂർത്തി വന്ന് ഇങ്ങനെ ദാനം ചോദിച്ചത്, 3 അടി മണ്ണ് ചോദിച്ചത്. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ അതിന്റെ മുന്നിൽ 3ാമത്തെ അടി കൊടുക്കാൻ സ്ഥലമില്ലാതെ സ്വന്തം തല കാണിച്ചു കൊടുത്തു. ശരിക്കും ഈ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ എപ്പോഴാണ് അഹങ്കാരം അതിരുവിടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ഏത് തരത്തിലും വരാം. ഇപ്പോൾ എനിക്ക് തന്നെ അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവം പറയാം. എൻ്റെ വളരെ ക്ലോസ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാള്, അയാള് വലിയൊരു കോടീശ്വരനാണ്, പക്ഷെ നമുക്ക് വളരെ സുഹൃബന്ധമുള്ള ആളാണ്. അപ്പൊ അടുത്ത ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ വളരെ അടുത്ത് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നോക്കൂ ഒരു കാര്യമുണ്ട്, നിങ്ങളെ കൂടെ നടക്കേണ്ട ആളല്ല ഞാൻ കുറച്ച് അങ്ങനെ ആയാലും വലിയ ആൾക്കാരുടെ കൂടെ നടക്കേണ്ട ആളാണ്, എന്നെ വിളിച്ച് ബുദ്ധിമുട്ടാക്കരുത്. പിന്നെ അദ്ദേഹത്തിനുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മള് എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം ഞാൻ ഇതേപോലെ തന്നെ ഈ ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞൊരു സംഘടനയെ പോകാറുണ്ടായിരുന്നു. ബ്രഹ്മകുമാരീസിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു ദിവസം അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പിന്നെ ഇവിടെ ഈ ഫാൻ ഒന്ന് കേടായിട്ടുണ്ട് മൂർത്തി ഭായി, ഒന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ശ്രമിക്കാൻ ഞാൻ കയറി നിന്നു. അപ്പോൾ ഒരു സ്റ്റൂള് കയറിയിട്ട് അതിന് മുകളിൽ കയറിയിട്ട് വേണം, സ്റ്റൂളിൽ പിടിച്ചിട്ട് വേണം കയറി നിൽക്കാൻ. അപ്പോൾ ഒരാൾ വന്നിട്ട് മെലിഞ്ഞിട്ടൊരു കക്ഷി വന്നിട്ട് ഒരു സ്റ്റൂളൊക്കെ പിടിച്ചു വന്ന് ഞാൻ മുകളിൽ കയറിയപ്പോൾ സ്ക്രൂ ഡ്രൈവർക്ക് എടുത്ത് മെല്ലെ അഴിച്ച് സ്ക്രൂ ഡ്രൈവർ താഴോട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് പരസ്പരം പേര് ചോദിച്ചു. പറഞ്ഞു പുള്ളിയുടെ പേര് രാധാകൃഷ്ണൻ എന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാ ജോലി? പറഞ്ഞു IIM-ലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാധാരണ എൻ്റെ നാട്ടിൽ ഒരുപാട് പേര് തൊട്ടടുത്താണ് IIM ഉള്ളത്, അവിടുത്തെ വല്ല സെക്യൂരിറ്റിക്കാരനൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ വളരെ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ, വെച്ചു IIM-ൽ എവിടെയാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ IIM-ൽ ഡീനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് എനിക്ക് ആകെ സ്തംഭിച്ചു പോയി. ഇത്രയും വലിയൊരു മനുഷ്യനാണ്. അത് അവിടുത്തെ ഡയറക്ടർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളാണ് ഡീനാണ്, ഡോക്ടർ രാധാകൃഷ്ണപിള്ള. അദ്ദേഹം സിംഗപ്പൂരിൽ പിന്നെ
യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവിടെ സ്വമേധയാ ഇന്ത്യയിൽ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ്. അപ്പൊ അത്രയും അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ പലരെയും പറ്റി സിംപ്ലിസിറ്റിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അഹങ്കാരം തൊട്ട് തീണ്ടാത്ത ഒരാള് എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം മാത്രമേ, എൻ്റെ അറിവിൽ നമുക്ക് ഡയറക്റ്റ് ഇതുള്ളത്. അപ്പൊ ഈ ഓണം പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ പാഠം അതാണ്, ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ അതാണ്. നമ്മൾ മുകളിലുള്ള ആൾക്കാരല്ല, നമ്മുടെ താഴെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നോട് അയാൾ പറഞ്ഞ മാതിരി ഞാൻ താഴോട്ടുള്ള എന്നെക്കാട്ടിലും കുറച്ച് താഴെയുള്ള ആൾക്കാരോട് പെരുമാറരുത് എന്ന് ഓർമ്മിപ്പിക്കലാണ് ഏറ്റവും വലിയ സന്ദേശം, ഓണത്തിന് സന്ദേശം. നമ്മൾ ഏതൊരാളോടും പെരുമാറുമ്പോഴും നമ്മൾ തമാശയൊക്കെ പറയുമെങ്കിലും അവരെ വല്ലാതെ അങ്ങ് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. അത് അവർക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് വളരെ ശാന്തിയും സമാധാനം തരും. നമുക്ക് ഇനിയൊരു വാക്ക് തെറ്റിപ്പോയെന്ന് വിചാരിക്കുക, അപ്പൊ അത് മഹാബലി പറഞ്ഞതുപോലെ ഒരു മാപ്പിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ മനോഹരമാക്കി തീർക്കാൻ സാധിക്കും. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഓണ സന്ദേശം. എല്ലാവരും സ്വന്തം ജീവിതത്തിൽ ഇതുപോലെ എല്ലാവരോടും, നമ്മുടെ വീട്ടിൽ ചിലപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ കീഴെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ പരിചയത്തിലുണ്ട്. നമ്മുടെ ബന്ധുക്കള്, ഭാര്യ, അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, പെങ്ങന്മാര്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഖേദപ്രകടനത്തിന് ഉപരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരോടുള്ള സ്നേഹം നേരിട്ട് കാണിക്കുകയായിരിക്കും ഏറ്റവും വലിയ ഓണ സന്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഓണത്തിന് സന്ദേശം സ്വജീവിതത്തിലൂടെ ഈ ഒരു വർഷം, ഈ വരുന്നൊരു ഓണം, ഈ വരുന്നൊരു വർഷം ജീവിതത്തിൽ ഈ സന്ദേശം പകർത്താൻ സാധിക്കട്ടെ. എല്ലാവരോടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും നമ്മളൊരു ചിരി, ഒരു ബസ്, ഒരു കാറ്, വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ, ഒരു പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോൾ, ഒരു ബസ്സിൽ നിന്നൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചില്ല ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ആ പമ്പിലെ ജീവനക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിരി ചിരിച്ചാൽ എത്ര ഭംഗിയായിരിക്കും. അയാളുടെ ലൈഫും നന്നായി, നമ്മുടെ ജീവിതം നന്നായി. ഓരോ ദിവസവും അങ്ങനെ സുന്ദരവും സുലഭവുമായി മാറട്ടെ. നന്ദി, നമസ്കാരം. നല്ല ഒരു ഓണ സന്ദേശം നൽകിയ രാമമൂർത്തി, വളരെ നല്ലതായിരുന്നു സന്ദേശം. എല്ലാവരുടെയും ജീവിതത്തിൽ അത് പകർത്താൻ ഇടയാവട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്ത പ്രോഗ്രാം ഒരു കവിതയുമായി എത്തുന്നു നമ്മുടെ നിസാം. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നെറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കേൾക്കാവോ? കേൾക്കാം. വിനോദ് പൂവക്കോട് എഴുതിയ കാട്ടുപൂവ് എന്നൊരു കവിതയാണ് ഇവിടെ ചൊല്ലുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം, മഴവില്ലു പോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ, പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിടുമ്പോൾ, നിന്റെ കൊലൂസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ
കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. വളരെ മനോഹരമായിരിക്കുന്നു നിസ. നല്ല നല്ല കവിത. അത് പലതവണ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോ സദ്യ ഇവിടെ അവസാനിക്കുന്നു. ഇനി പ്രഥമനാണ് ഒരു നർമ്മ പാചകവുമായി എത്തുന്നു. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഏറ്റവും അവസാനമാക്കി ഈ പ്രഥമൻ കുടിക്കാൻ വേണ്ടി. സിന്ധു ജയനെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. സാന്ദ്രാലയത്തിലെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ 80-ാം ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഞാൻ ഇന്നിവിടെ നമ്മളൊക്കെ 45+ ആണ്. അപ്പോൾ കൂടുതൽ ആളുകളും. അപ്പൊ അതിനാൽ ഒരു നിത്യ യൗവന ലേഹ്യത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആവശ്യമുള്ളവർ ഒരു പേപ്പറും പേനയുമായിട്ടിരുന്ന് എഴുതിയെടുത്തോളുക. എന്താ അറിയണ്ടേ? ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് കേട്ടോളുക. പ്രധാനമായിട്ടും 3 ഐറ്റമാണ് അതിന് വേണ്ടത്. ഒന്നാമത്തെ ഐറ്റം സ്നേഹമാണ്. അത് 1 കപ്പ് ഹൃദയം നിറയെ വേണം. രണ്ടാമത്തത് സമാധാനം. 1 ലിറ്റർ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് കോരിയെടുക്കണം. മൂന്നാമത്തത് സന്തോഷമാണ്. അത് ആവശ്യത്തിന്. ഇനി മേമ്പൊടിയായി കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്. അതും 3 എണ്ണമാണ്. 1 വിട്ടുവീഴ്ച, 1 ടേബിൾ സ്പൂൺ വേണം. രണ്ടാമത്തത് വിനയം, 1 നുള്ളു മാത്രം. മൂന്നാമത്തത് കരുണ, ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം. മനസ്സാകുന്ന ശുദ്ധമായ പാത്രത്തിലേക്ക് സമാധാനത്തിന്റെ തെളിനീര് ഒഴിക്കുക. സമാധാനം എത്രത്തോളം വേണം എന്നാ പറഞ്ഞ 1 ലിറ്റർ ആണ്. അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും എടുക്കുകയും വേണം. അതിലേക്ക് സ്നേഹം 1 കപ്പ് ഹൃദയം നിറയെ എടുത്ത് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചിന്തകളുടെ തീ അല്പം കുറച്ചു വെക്കണം. എന്നിട്ട് സന്തോഷത്തിന്റെ മധുരം, അത് ആവശ്യത്തിന് മാത്രം ചേർത്ത് പതുക്കെ പതുക്കെ ഇളക്കുക. ഉള്ളിൽ അഹങ്കാരവും ദേഷ്യവും പുകഞ്ഞു പുറത്തു പോകുന്നത് വരെ പതുക്കെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പതുക്കെ മാത്രം. തുടർന്ന് മേമ്പൊടി ചേർക്കാൻ തുടങ്ങാം. ലേഹ്യം പാകമായി വരുന്നത് കാണുമ്പോൾ ബന്ധങ്ങൾക്ക് കരുത്തു കൂട്ടുവാൻ വിട്ടുവീഴ്ച, അതായത് 1 ടേബിൾ സ്പൂൺ ആണ് അത് വേണ്ടത്, അതിലേക്ക് ചേർക്കണം. പെരുമാറ്റത്തിന് ഭംഗി കൂട്ടുവാൻ വിനയം 1 നുള്ളു മാത്രം മതി, അത് ചേർക്കണം. അത് വിതറിയിടണം. ഒടുവിൽ ഈ ഔഷധത്തിന് പൂർണ്ണത നൽകുവാൻ കരുണ കൂടി മേമ്പൊടി ചേർക്കണം. ലേഹ്യം തയ്യാറായി. ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ലേഹ്യം ഓർമ്മകളിൽ തികട്ടിയെടുത്ത് മനസ്സിൽ പുരട്ടിയാൽ മുഖത്ത് വാർദ്ധക്യം വരില്ല, ഉറപ്പ്. മനസ്സിനെന്നും 18ന്റെ തുടുപ്പും നിത്യ യൗവനവും നിലനിൽക്കും. എന്താ, പരീക്ഷിച്ചൂടെ? താങ്ക് യു. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ തന്നെയായി അവസാനം ഒരു പ്രഥമൻ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഫിലോമിനാജി ഈ ലേഹ്യം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ മുഖത്തെ തുടിപ്പ് കാണുമ്പോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ സാന്ദ്രലയം പ്രോഗ്രാം ഇതോടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചവർക്ക് എല്ലാവർക്കും, ബാക്കിയുള്ള എല്ലാവർക്കും നന്ദി പറയാനായിട്ട്, ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് അവതരിപ്പിക്കാനായിട്ടും നന്ദി പറയാനുമായിട്ടും സ്നേഹം നിറഞ്ഞ ഹമീദാജിയെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ സ്വന്തം എല്ലാ കൂട്ടുകാർക്കും ഞാൻ ആദ്യം എന്ത് പറയാനാ, ഈ
കല്യാണ വീട്ടിലെ പായസം ഇതൊക്കെ തീർന്നു പോകുമ്പോൾ അവസാനം ഒരു എന്തെങ്കിലും ഒരു പൊടിക്കൈ ഉണ്ടാക്കി അവിടെ ആ ഒരു ആ ഒരു തിരക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു പായസക്കൂട്ടാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലോ എന്റെ വാക്കിൽ ഏറ്റപ്പിഴച്ചലുകൾ എന്തെങ്കിലും ഉണ്ടായാലോ എല്ലാവരും കൂടി ഒന്ന് ക്ഷമിച്ച് അതിനെ ഒന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേനാ അഭ്യർത്ഥിക്കുന്നു. ഇനി മലയാളം ടീച്ചർ ഇല്ലാത്ത കൊണ്ട് എന്റെ മലയാളം തെറ്റിപ്പോയാൽ ആരും ഇവിടെ കുറ്റം പറയാൻ ഉണ്ടാവില്ല. അത് കാരണം ധൈര്യമായിട്ട് എനിക്ക് മലയാളം തെറ്റി സംസാരിക്കാം. ഓക്കെ, ഈ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ 10ാമത്തെ സാന്ദ്രലയത്തിന് ഒരു നന്ദി അറിയിക്കാനും ഒരു ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു അവസരം യാദർശികമായിട്ട് എനിക്ക് വീണ് കിട്ടിയാലും ഞാൻ അതിനെ വലിയ ധന്യമായിട്ട് കരുതുന്നു. ആ ഒരു അവസരം എനിക്ക് തന്ന ദൈവത്തിനും അംബികാജിക്കും നമ്മുടെ സാന്ദ്രലയത്തിനും ആദ്യം ഞാൻ നന്ദി പറയുന്നു. ഈശ്വര പ്രാർത്ഥന പാടി നമ്മളെ ഒരു ദൈവിക ഇതിലോട്ട് കൊണ്ടുപോയ സുനിതാജിക്ക് നന്ദി അറിയിക്കുന്നു. സ്വാഗതം ചെയ്ത നമ്മുടെ റെവിയേറ്റർ ഹൃദയമായ ഒരു സ്വാഗതം തന്ന് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാതെ യോഗ ചെയ്യുന്ന എന്നെ തവിർത്ത് ബാക്കിയുള്ളവരെ ഒരു ഓർമ്മപ്പെടുത്തലും പെടുത്തിയ നമ്മുടെ റിവിയേറ്ററിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്ത് നമ്മുടെ ജ്യോതി ചേച്ചി ദേശീയ ഗാനം പാടി ശരിക്കും നമ്മുടെ ദേശസ്നേഹം ഉണർത്തുന്ന ദേശഭക്തി ഗാനം ആലപിച്ച നമ്മുടെ ജ്യോതി ചേച്ചിക്ക് ഞാൻ ഒരു പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓണപ്പാട്ട് പാടി ഓണക്കാലത്തിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോയി മധുര ശബ്ദത്തിൽ നമ്മളെ കെട്ടിയിട്ട താരാജിക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. അകവും പുറവും ശരിക്കും നമ്മളും നമ്മുടെ ചുറ്റുപാടുകളെയും ഒന്ന് ശരിക്കും അകവും പുറവുമായിട്ട് എന്തൊരു കാര്യത്തിനെ കുറിച്ചും പോസിറ്റീവും നെഗറ്റീവും തുല്യതയായിട്ട് സമ്പാദിക്കാൻ അറിയുന്ന നമ്മുടെ ജീനിയസ് കാര്യങ്ങള് പഠനങ്ങളും ശാസ്ത്രീയമായും വിശദീകരിക്കുന്ന നമ്മുടെ ജോസി സാർ കാലവർഷക്കെടുതിയെ കുറിച്ച് അതിന്റെ കാരണങ്ങളും പണ്ടത്തെ വെള്ളപ്പൊക്ക കാലത്തിന്റെ രസകരമായ വിനോദങ്ങളും ഓർമ്മപ്പെടുത്തി 2018 ശേഷം ഉണ്ടായ പ്രതിഭാസങ്ങളെ കുറിച്ചും അതിന്റെ ദുരന്തങ്ങളെ കുറിച്ചും ഒരു ബ്രീഫായിട്ട് നമുക്ക് അതിനെ ഒരു ഓർമ്മപ്പെടുത്തൽ ചെയ്തു തന്ന ജോസി സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്ത ഭക്തിഗാനം ആലപിച്ച് മാതാവിന്റെ സ്വന്തം ലൂസിയമ്മ ചേച്ചിക്ക് ആ തേനട പോലത്തെ മധുര ശബ്ദം കേട്ടിട്ട് മാതാവ് പിന്നെയും ഉത്തരം പറയാതിരിക്കാനായിട്ട് അത്രയ്ക്ക് ഹൃദയം കല്ലോണമല്ല. അതുകൊണ്ട് മാതാവ് എപ്പോഴും ലൂസിയമ്മ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കുന്നു. ആ തേനട ശബ്ദമുള്ള നമ്മുടെ ലൂസിയമ്മ ചേച്ചിക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ചലച്ചിത്ര ഗാനം പാടിയ നമ്മുടെ സ്വന്തം ആസാൻ പ്രണയഗാനം മാത്രം പാടി നമ്മുടെ കൂട്ടായ്മയിലെ കാതൽ മന്നൻ നമ്മുടെ ജോസി സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ജോസി സാറിനെ വിളിച്ച് ബാസി സാറിനെ വിളിച്ച് എനിക്ക് ശീലമില്ല, ആശാനെ വിളിച്ചാണ് ശീലം. എന്നാലും ഒരു ഔദ്യോഗികമായിട്ട് പറയുന്നത് കാരണം നമ്മുടെ കാതൽ മന്നൻ ബാസി സാറിന് നന്ദി അറിയിക്കുന്നു. പേര് അതുകൊണ്ടാണ് മാറിപ്പോയത്, ക്ഷമിക്കുക. അടുത്ത രുചിക്കൂട്ട്. ആ നെയ്യില് ആ ഉള്ളി മണത്തപ്പോ തന്നെ വയറിന് വിശക്കുന്നു. രാത്രി ഭക്ഷണം കഴിക്കണ്ടാണ് വിചാരിച്ചാ ഇരുന്നത്. പക്ഷെ ആ നെയ്യിലെ എല്ലാ സാധനങ്ങളും കിട്ടി അവർ മൂപ്പിച്ചപ്പോ തന്നെ എനിക്കൊരു വിശപ്പ് അനുഭവപ്പെട്ടു. ഇനി എന്തായാലും ഒരു ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ കിടക്കുന്നുള്ളൂ. നമ്മുടെ നല്ല ഒരു കർക്കിടകത്തിന്റെയും ശരിക്കും നമ്മുടെ വയറിന് നന്മ തരുന്ന ഒരു നല്ല ഒരു ചെറുപയർ കഞ്ഞി പറഞ്ഞു തന്ന നമ്മുടെ മിനിജിക്ക് ഒരു നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്വന്തം ഹരിജി ധ്യാനകഥകൾ പറയുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തന്ന നല്ല ഒരു ചെറിയ കഥയാണെങ്കിൽ വലിയ സന്ദേശം തന്ന നമ്മുടെ ഹരിജിക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. കവിത കൊണ്ട് ഒരു സംശയമില്ലാത്ത നമ്മുടെ മനസ്സ് കൊണ്ടുപോയ സംശയത്തിന്റെ റാണിയായ നമ്മുടെ ഓച്ചിറ ബിന്ദുജിക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. തന്റെ മധുര ശബ്ദത്താലും ഒരു ബിറ്റ് പോലും ഇല്ലാണ്ട് എല്ലാ പാട്ടും കാണാണ്ട് പാടി നമ്മുടെ മനസ്സിനെ കൊള്ളയടിക്കുന്ന നമ്മുടെ ഗാനക്കുയിൽ ഗീത ചേച്ചിക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. കർണന്റെ കവശകുണ്ടളം പോലെ എപ്പോഴും ഒരു പാഠ്യപുസ്തകം എവിടെ പോയാലും ഒരു വിഷമം ഇല്ലാതെ ചുമന്നിട്ട് നടന്ന് അത് ആവശ്യക്കാർക്ക് എപ്പോഴും ആവശ്യപ്പെട്ട് അത് ദാനവും ചെയ്തു എല്ലാവരെയും സഹായിക്കുന്ന നമ്മുടെ സ്വന്തം സംഗീത റാണി പുഷ്പജിക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. നല്ലൊരു പാട്ടായിരുന്നു.
ഓണ സന്ദേശമാണ് പറയാൻ വന്നേ. ഓണ സന്ദേശം പറയാൻ വന്നിട്ട് ഓണത്തിന്റെ ഐതിഹ്യവും നമ്മുടെ അഹങ്കാരം എങ്ങനെ നമ്മളെ നശിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയ നമ്മുടെ സ്വന്തം മൂർത്തിജിക്ക് ഒരു നന്ദി അറിയിക്കുന്നു. കാട്ടുപ്പൂ കവിത പാടി നമ്മുടെ പനിനീർ റോസ് നിഷാജിക്ക് എന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പനിനീർ റോസ് എന്ന് പറയാനായിട്ട് കറക്റ്റായിട്ട് പറയാൻ വേണ്ടി കുറെ നേരം പറഞ്ഞു നോക്കി. അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മലയാളം ശരിക്കും പറയുന്നവർ ഒന്നുകൂടി പറഞ്ഞ് ആ വാക്കുകൾ ഒന്ന് ഉറപ്പിച്ചു കൊടുത്തേക്കുക. ഈ 45-ന് ശേഷം സൗന്ദര്യം കൂടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ആഗ്രഹത്തിൽ ഇങ്ങനെ നോക്കിയിരുന്നതാ. എനിക്ക് 45 ആയിട്ടില്ല, 48 ആയിട്ടുള്ളൂ. എന്നാലും ആ സൗന്ദര്യം നമുക്കും കൂടി കിട്ടട്ടേന് വേണ്ടിയിട്ട് വേഗം അതൊക്കെ ഞാൻ എഴുതി വെച്ചു. സ്നേഹവും സന്തോഷം, വിട്ടുവീഴ്ച, വിനയം, ഒരു നുള്ളു കരുണ, ഇതെല്ലാം കൂടി ചേർത്ത് നർമ്മപാചകമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നിത്യമായിട്ട് ചിരഞ്ജീവിയായിട്ട് ജീവിക്കാനായിട്ടുള്ള പൊടിക്കൈ പറഞ്ഞു തന്ന നമ്മുടെ സ്വന്തം സിന്ധുജിക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രത്യേക വ്യക്തിയെ ഞാൻ വിട്ടുപോയി, സോറി, നമ്മുടെ ജേക്കബ് സാർ. അത് വിട്ടുപോയതുമല്ല, അവസാനമായിട്ട് അത് കുറച്ചുകൂടി മുളിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് അവസാനത്തേക്ക് വെച്ചത്. ഒരു പരിപാടിയെ നമ്മൾ ജോസി സാർ എങ്ങനെ നടത്തണം, നമുക്ക് ആദ്യമായിട്ട് ഒരു പരിപാടി എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം നടത്തണം നമ്മുടെ ജോസി സാർ നമ്മളെ ഒന്ന് പഠിപ്പിച്ചു. അത് കുറെ കാലം നല്ലതുപോലെ നമ്മളെ നടത്തി. നമ്മുടെ പലരുടെയും കാര്യങ്ങൾ നമ്മളെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാക്കി തന്ന നമ്മുടെ ജോസി സാർ. അതേപോലെ ഈ സാന്ദ്രലയം ഒരു പരിപാടി തുടങ്ങിയിട്ട് അതിനെ കൃത്യനിഷ്ഠതയോടും കറക്റ്റ് ഒരു അടുക്കും ചിട്ടയുമായിട്ട് ഒരാൾക്ക് ഒരു ടൈം കൊടുത്ത ആ ടൈത്തിൽ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി നമുക്ക് നമ്മുടെ അധ്യക്ഷ പ്രസംഗം, അത് വാക്ക് കിട്ടുന്നില്ലായിരുന്നു, അതാണ് എഴുതി വെച്ചിരിക്കായിരുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തി ഇതിനെ തുടങ്ങി വെക്കുകയും ഈ പരിപാടിയെ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകണ നമ്മുടെ ജേക്കബ് സാറിനും, ജേക്കബ് സാർ ശരിക്കും പറഞ്ഞാൽ ശിവപാർവതി പോലെ ജേക്കബ് സാറുടെ സരിപാതിയായിട്ടിരിക്കുന്ന നമ്മുടെ റോസ് ജിക്കും, ആരോ എന്തോ പറയുന്നുണ്ട്, അതിനെ പിന്നെ നോക്കിക്കോളാം, റോസ് ജിക്കും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മ എന്നും ഇതിനേക്കാൾ ഇനിയും കൂട്ടോടെ ഇരിക്കാനും ഇന്നും സന്തോഷങ്ങളും സമാധാനവും നമ്മുടെ ഇടയിൽ വരാനും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ പറയാണ്. സ്വാതന്ത്ര്യം നമുക്ക് കുറെ പേര് ചേർന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്നു. ഇന്ന് നമ്മൾ അത് അനുഭവിക്കുന്നു. ഇത് ഇനി ആരും തട്ടിക്കൊണ്ട് പോകാതിരിക്കാനും നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യം, നമ്മുടെ സ്വന്തം ലിമിറ്റേഷൻസ് എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടാതെ സമാധാനത്തിൽ ജീവിക്കാനായിട്ടുള്ള ആരോഗ്യവും ആയുസ്സും നമുക്ക് ദൈവം നൽകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 5 മിനിറ്റ് മുന്നേ ഞാൻ നിർത്തി തന്നു, നമുക്കൊരു 5 മിനിറ്റ് ഉണ്ട്. താങ്ക് യു ഹമീദാജി, താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ പ്രോഗ്രാം ആദ്യ അവസാനം എല്ലാം ഭംഗിയായി കേൾക്കുകയും ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ നന്നായി ഒരു ഫീഡ്ബാക്ക് നടത്തി എല്ലാവർക്കും നന്ദിയും പറഞ്ഞ ഹമീദാജി മലയാളം പറയുന്നതിനേക്കാളും നന്നായി തമിഴ് ചോയോടുകൂടി നല്ല സുന്ദരമായ ലാംഗ്വേജിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തക്ക രീതിയിൽ ഹമീദാജി ഒരു ഫീഡ്ബാക്കും നന്ദിയും അവതരിപ്പിച്ചു. വളരെ സന്തോഷം, നന്ദി, താങ്ക് യു സോ മച്ച്. അതിലുപരിയായി ഇന്ന് ഈ പ്രോഗ്രാമിന് ഇപ്പൊ തന്നെ 21 പേരുണ്ട്. പ്രോഗ്രാം അവതരിപ്പിച്ചവർ കൂടാതെ ഇന്നിപ്പോ 10 മണിയായി. സാധാരണ ഒരു പ്രോഗ്രാം 8:30 മുതൽ 9:30 വരെ കൃത്യമായി ഒരു സമയബന്ധിതമായി നടത്താനാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഇന്ന് ഈ സ്വാതന്ത്ര്യദിനവും ഓണാഘോഷവും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ചില്ല. 10 മണിയായത് സത്യത്തിൽ ആരും അറിഞ്ഞു കാണില്ല. എല്ലാ പ്രോഗ്രാമും നന്നായിരുന്നു. വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നാളെ അത്തം ചിങ്ങം 1 പുതുവർഷത്തിന്റെ പുലരിയിലെ എല്ലാ പുതുവർഷ ആശംസകളും ഓണാശംസകൾ അഡ്വാൻസ് ആയി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. Thank you all. Good night. Thank you, sir. Thank you.